ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത്. ഒരു ദോശ ചുടാനാണ് എൻ്റെ പ്ലാന്. അപ്പോൾ ലെറ്റ്സ് മേക്ക് സ്വീറ്റ് കോൺ ദോശ. അപ്പോൾ അതിനായിട്ട് കുറച്ച് ചോളം, പിന്നെ 2-3 വറ്റൽമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് എന്താ പറയുക ജീരകം, അതൊക്കെ ഇട്ട് അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. പിന്നെ കുക്കിങ്ങിലൊന്നും ഞാൻ വലിയ എക്സ്പെർട്ടല്ല. എനിക്കറിയുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ എന്തുണ്ടാക്കിയാലും ഞാൻ കഴിക്കും, ആര് കഴിച്ചില്ലെങ്കിലും. അതുകൊണ്ട് എനിക്ക് യൂട്യൂബിൽ കണ്ടപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ചോളം ഉണ്ടായിരുന്നു, അങ്ങനെ ഞാനതെടുത്തിട്ട് ദോശ ഉണ്ടാക്കി. എനിക്കിത് സക്സസ് ആവുമെന്നൊന്നും അറിയില്ല, പിന്നെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാമല്ലോ വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കി. അങ്ങനെ അതൊക്കെ ഇട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. കട്ടയൊന്നും ഉണ്ടാകാൻ പാടില്ല, നല്ല പേസ്റ്റായിരിക്കണം. അങ്ങനെ പേസ്റ്റ് പോലെ അരച്ചിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിലേക്ക് കുറച്ച് മല്ലിയില, നമ്മളൊരു കൈയിൻ്റെ ഒരു പിടി മതി. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇടാം. കറക്റ്റ് മെഷർമെൻ്റ് ഒന്നും അറിയില്ല, എനിക്ക് വേണ്ടത്ര ഇട്ട്. അതിൻ്റെ നമുക്കറിയാമല്ലോ ഇപ്പോൾ. ഇത് ഞാൻ ആക്കുന്ന ടൈമിൽ എനിക്ക് അമ്മേൻ്റെ ഒന്ന് കുറേ കൊണ്ടുപോയി. എന്താ വെച്ചെങ്കിൽ ആക്കിയിട്ട് ഞാൻ തിന്നൂല, വെറുതെ പേരിന് വേണ്ടി ആക്കുന്നത് അങ്ങനെയല്ല പറഞ്ഞിട്ട്. പിന്നെ ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് യൂട്യൂബിൽ കണ്ടപ്പോൾ ആക്കണോ തോന്നിയിട്ടാക്കി. പിന്നെ പുരയിലെല്ലാ സാധനവും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ആക്കാം. ഞാൻ ഫസ്റ്റ് ചോള പുഴുങ്ങി തിന്നാന്ന് വിചാരിച്ചേ, പിന്നെ വിചാരിച്ചു ദോശ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഞാൻ എന്നെ കഷ്ടപ്പെട്ട് പണിയെല്ലാം എടുത്ത്. എനിക്കാണെങ്കിൽ എത്ര തിക്നെസ് വേണോ എത്ര ലൂസ് വേണോ അതൊന്നും അറിയില്ല. ഞാനിങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് അത് മിക്സ് ആക്കുന്നുണ്ട്, എനിക്ക് വേണ്ടത്ര. എന്താവുമെന്നൊന്നും എനിക്കറിയില്ല. എന്നിട്ട് അത് ഇങ്ങനെ കളിക്കിയിട്ട് ദോശമാവ് പോലെ ആയില്ല ലാസ്റ്റ്. പിന്നെ ദോശ ചൂടാൻ ദോശക്കല്ല് വെച്ച് ചൂടായതിന് ശേഷം എണ്ണ തേച്ച് കൊടുത്ത്. എന്നിട്ട് എണ്ണ തേച്ചിട്ട് കുറച്ച് വെയിറ്റ് ആക്കണം. നമുക്കറിയില്ല വെയിറ്റ് ആക്കണമെന്ന്, ഞാൻ കുറച്ച് വെയിറ്റ് ആക്കി. എന്നിട്ടായിട്ട് മാവ് വെച്ചിട്ട് നമ്മൾ ഉഴുന്ന് ദോശ ചൂടൂലേ, അങ്ങനെ ചൂടണം. ദോശ എന്താവും നമുക്കറിയില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഞാനൊരു 6 മിനിറ്റെല്ലാം അഞ്ചാറ് മിനിറ്റ് വെയിറ്റ് ആക്കിയതിന് ശേഷം ഞാൻ ഉണ്ടായിരുന്നു. ഒരു സൈഡ് കുറച്ച് പോകാനുണ്ടായിന്. എന്നിട്ടായിട്ട് ഞാൻ അതിനെ തിരിച്ചിട്ടിട്ടാകുമ്പോൾ നല്ല മുരിഞ്ഞിട്ടുണ്ടായിനത്. കുറച്ച് കഴിഞ്ഞിട്ടായിട്ട് ആ ദോശ എടുത്ത് ഞാൻ പ്ലേറ്റിലേക്ക് ഇട്ട്. കാണാൻ നല്ല ചേലെല്ലാം ഉണ്ടായിന്, തിന്നാനും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.